ഹായ് ഫ്രണ്ട്സ്, ഇതിനകത്ത് ഈ ഒരു വീഡിയോയിൽ ഞാൻ ട്രേഡിംഗ് വ്യൂ മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യണ രൂപമായിരുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്യുക, യൂട്യൂബ് തുറന്നിട്ട് കഴിഞ്ഞ വീഡിയോയിൽ, ലാസ്റ്റ് വീഡിയോയിൽ, അതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഇട്ട ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലുള്ള സംഗതി ഓപ്പൺ ആയിട്ട് വരും. ഇതിനകത്ത് ധാരാളം പ്ലാൻസുകൾ നമ്മൾ കാണാം. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കില്ലേ, ഓരോ കാര്യങ്ങളും വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. നെക്സ്റ്റ് വീക്കിൽ ബ്ലാക്ക് ഫ്രൈഡേ ആണ്. നെക്സ്റ്റ് വീക്ക് മീൻസ് നവംബർ സെക്കൻഡ് ഹാഫിൽ വരുന്ന ഏതാണ്ട് ഈ ലാസ്റ്റ് വീക്ക്. ഇന്നിപ്പോൾ 19-ാം തീയതിയാണ്. നെക്സ്റ്റ് വീക്കിൽ ബ്ലാക്ക് ഫ്രൈഡേ സെയിലുണ്ട്. അപ്പോൾ കൂടുതൽ ഓഫേഴ്സ് ഇതിനകത്ത് ലഭ്യമാണ്. ഈ പൈസ ഒക്കെ കുറയും. ഫൈൻ. അത് എല്ലാ വർഷവും നവംബർ മാസത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ ബ്ലാക്ക് ഫ്രൈഡേ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതിലുള്ള ഏതെങ്കിലും ഫ്രൈഡേ. അപ്പോൾ ഇങ്ങനെ വന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് സൂം ചെയ്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം വേണ്ടത് എന്താ, സൈനപ്പ് ചെയ്യാണ് വേണ്ടത് അല്ലേ. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഏറ്റവും മുകളിൽ കാണുന്ന അവിടെ. ഇത് ഓൾറെഡി ഞാൻ സൈനപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് സൈൻ ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് ഈ രൂപമായിരിക്കും. ഫസ്റ്റ് ഈ രൂപത്തിലായിരിക്കും വരിക. അപ്പോൾ ഈ ജോയിൻ നൗ ഫോർ ഫ്രീ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്താൽ മതി. ഇതുപോലെ സൈനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഗൂഗിൾ എന്നുള്ള ആ ലോഗിൻ വിത്ത് ഗൂഗിൾ എന്നുള്ളത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്തുള്ള എന്തെല്ലാം ഇമെയിൽസ് ഉണ്ടോ ആ ഒരു ഇമെയിൽസൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യുക. പ്രധാനപ്പെട്ട ഇമെയിൽ തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലോഗിനായി വന്നിട്ടുണ്ട്. ലോഗിനായി വന്നതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ കാണുന്ന ഈ സെർച്ച് എന്നുള്ള ഭാഗം ഉണ്ടല്ലോ, ആ കോളത്തിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇതൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു യൂറോ USD ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യുക. ആണോ, സിമ്പിൾസ്, ഐഡിയാസ്, സ്ക്രിപ്റ്റ്, അതിൻ്റെ താഴെ ഓൾ, സ്റ്റോക്ക്, ഫണ്ട്, ഫോറക്സ്. ഞാൻ ഈ ഫോറക്സ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. അതിനകത്ത് പോയിട്ട് യൂറോ USD എന്നുള്ള ആണോ, യൂറോ USD ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഞ്ച് ചാർട്ട് വന്നു. ഫസ്റ്റ് ടൈം ഒന്ന് പ്രസ് ചെയ്തു, ലോഞ്ച് ചാർട്ടിൽ പ്രസ് ചെയ്തു. യൂറോ USDയുടെ ചാർട്ട് ഇവിടെ ഓപ്പണായി വന്നുകൊണ്ടിരിക്കുന്നു. ഫൈൻ. ഇതിങ്ങനെയൊക്കെ തന്നെയാണ്. കണ്ടോ, ഈ ഏറ്റവും മുകളിൽ കാണുന്ന എന്താ പറഞ്ഞത്, ഇതാണ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. വലത് സൈഡിൽ ഏറ്റവും മുകളിലുള്ള ആ ഒരു ഭാഗത്ത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അത് പോയി പരമാവധി ചാർട്ട് ആയി മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഇതിനെ ചെറുതാക്കണമെങ്കിൽ 2 വിരൽ വെച്ചിട്ട് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്താൽ മതി. അത് വലുതാവും. കണ്ടോ, വലുതാവും. 2 വിരൽ വെച്ച് ചെറുതാക്കുമ്പോൾ ചെറുതാവും. ഇനി ഈ റൈറ്റ് സൈഡിൽ ഈ പ്രൈസ് എഴുതിയിരിക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് നിങ്ങൾ വെറുതെ താഴത്തോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ചാർട്ട് ചെറുതായി വരുന്നത്. അപ്പോൾ ചെറുതാക്കണമെങ്കിൽ ആ പ്രൈസിൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് താഴത്തോട്ട് വലിച്ചാൽ മതി. മുകളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ വലുതാവും. കണ്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് സ്ക്രീൻ ഏത് ഭാഗത്തേക്കും ഇങ്ങനെ കൊണ്ടുപോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. വീണ്ടും ചെറുതാക്കാം. പ്രൈസിൻ്റെ അവിടെ പോയിട്ട് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം, വീണ്ടും വലുതാക്കാം. നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ വേണ്ടത് ആ ഭാഗം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള കാര്യം. ഇതിൽ ഏറ്റവും മുകളിൽ നമ്മളെ ടൂൾ ബോക്സ് കണ്ടോ, ഈ ടൂൾ ബോക്സ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് ഇങ്ങനെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഈ രൂപത്തിൽ കാണാൻ പറ്റുന്നതിന് വേറൊരു കാര്യമുണ്ട്. ഇത് ഡെസ്ക്ടോപ്പ് സൈറ്റ് കണ്ടോ ആക്കിയത് കൊണ്ടാണ്. നമ്മുടെ ഈ ഒരു ബ്രൗസറിൻ്റെ സെറ്റിങ്സിൽ ഏറ്റവും മുകളിലുള്ള 3 കുത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് കാണാം. അതൊന്ന് ക്ലോസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെയല്ല കാണാം, ഇങ്ങനെയാണ് കാണാം. ഓക്കെ, കണ്ടോ, ഇങ്ങനെയാണ് കാണാം. ഡെസ്ക്ടോപ്പ് സൈറ്റ് ആകുമ്പോൾ ഇങ്ങനെയാണ്, മൊബൈൽ വ്യൂ ഇങ്ങനെയാണ്. ഡെസ്ക്ടോപ്പ് സൈറ്റ് ആകുമ്പോൾ ആദ്യം കാണുന്നത് പോലെ. അപ്പോൾ ഹൈഡ് ഫേവറേറ്റ് ടൂൾ ബാർ എന്നൊന്ന് ക്ലിക്ക് ചെയ്തു. ഫേവറേറ്റ് ടൂൾ ബാർസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂ കാണാനായിട്ട് പറ്റുക കേട്ടോ. ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടോ ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഈ ലോങ് പൊസിഷൻ എടുത്തു, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് വരച്ചു, നീട്ടി പൊന്തിച്ചു. കണ്ടോ, ഇങ്ങനെ ഏത് രൂപത്തിലും ട്രേഡ്സ് നമുക്ക് പ്ലാൻ ചെയ്തതൊക്കെ സെറ്റ് ചെയ്യാം. ഏറ്റവും മുകളിൽ ഇവിടെ നോക്കിയാൽ കണ്ടോ ഈ ഒരു സംഗതിയിൽ നോക്കിയാൽ ഡിലീറ്റ് കൊടുത്താൽ അത് പോകും. ഇങ്ങനെയൊക്കെയാണ് കാര്യം. ഇനി ഇതിൻ്റെ സെറ്റിങ്സ് കാണണമെങ്കിൽ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ നിങ്ങളൊന്ന് നോക്കുക. ആ സെറ്റിങ്സിൻ്റെ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ അവിടെ മോർ സെറ്റിങ്സ് ഏറ്റവും താഴെ കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതേപോലെ വരും. ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, സ്കെയിൽസ് ആൻഡ് ലൈൻസ് അല്ലേ. ജസ്റ്റ് അതിൻ്റെ അവിടെയുള്ള ആരോ മാർക്ക് അതിനൊന്ന് പ്രസ് ചെയ്താൽ മതി. സ്കെയിൽസ് ആൻഡ് ലൈൻസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആരോയിൽ പ്രസ് ചെയ്താൽ ഇതുപോലെ വരും. ചാർട്ട് സെറ്റിങ്സ് വരും. ഈ ചാർട്ട് സെറ്റിങ്സിനകത്ത് നിങ്ങൾക്ക് സിമ്പിൾ, സ്റ്റാറ്റസ് ലൈനൊക്കെ കാണാം. അതിൽ ഏറ്റവും ആദ്യത്തെ സിമ്പിൾമേ തന്നെ ഞാൻ പ്രസ് ചെയ്തപ്പോൾ നമുക്ക് ക്യാൻഡിൽസിൻ്റെ കളേഴ്സൊക്കെ മാറ്റാൻ പറ്റും. കണ്ടോ, അതൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഞാൻ ബ്ലൂ കളറാക്കി. പിന്നെ രണ്ടാമത്തേന് ഞാൻ എന്താട്ടി ഒരു ഓറഞ്ച് ആക്കി. ഓക്കെ, ദെൻ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്തിട്ടും താഴത്ത്. അപ്പോൾ ബ്ലൂ ഓറഞ്ച് ആയി. കണ്ടോ, ക്യാൻഡിൽസ് ബ്ലൂ ഓറഞ്ച് ആയത് നോക്കിയേ. കണ്ടോ, അങ്ങനെ വലുതാക്കൊക്കെ ചെയ്യാം. നമ്മൾ ഞാൻ എന്താ പറഞ്ഞാൽ വലുതാക്കാൻ ഈ പ്രൈസിൻ്റെ ഭാഗത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിരലുകൊണ്ട് നീക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ആവും. സ്ക്രീനിൽ വന്നിട്ട് നമ്മൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഈ രൂപത്തിലാക്കാം. അപ്പോൾ ഏത് രൂപത്തിലും നമുക്ക് സൈസിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെറുതാക്കി വലുതാക്കി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്യാൻഡിൽസിനെ കാണാനൊക്കെ പറ്റും. പിന്നെ ഇത്ര ഉള്ള ഇതിനകത്തുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഏറ്റവും മുകളിൽ കാണാം നിങ്ങൾക്ക്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ അപ്പോൾ ഇത് ഈ ഒരു ഭാഗത്ത് കണ്ടോ കുറേ ബൈ സെല്ല്, അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഈ ഏറ്റവും താഴെ സെറ്റിങ്സിൻ്റെ അകത്ത് വരിക കേട്ടോ. പിന്നെ ഇവിടെ കാണാം നിങ്ങൾക്ക് ലോഗരിതമെറ്റിക്, കൗണ്ടർ ടു ബാർ ക്ലോസ്, പ്ലസ് ബട്ടൺ, ഇങ്ങനത്തെ കുറേ സംഗതികൾ ഇവിടെ കാണാൻ പറ്റും. സ്കെയിൽസ് ആൻഡ് ലൈൻസ് ആരോ മാർക്കിൽ പ്രസ് ചെയ്തു. ക്യാൻവാസ് ഒന്നെടുത്തു. ക്യാൻവാസിനകത്താണോ തോന്നുന്നുണ്ട് ബൈ ആൻഡ് സെൽ ബട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു
അതെ അവിടെ കണ്ടോ. ഇതെന്തിനാണ് ഈ ട്രേഡിംഗ് എന്നുള്ള ഭാഗത്ത് വന്നാൽ ബൈ സെൽ ബട്ടൺസ് എന്നുള്ളതൊന്ന് ഓഫ് ആക്കിയാൽ മതി. ദെൻ ഓക്കെ അടിച്ചാൽ കണ്ടോ അത് പോയി. ചാർട്ട് നോക്കും, ഈ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല, അത് പോയി കണ്ടോ. സോ നമുക്ക് ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഏറ്റവും മുകളിലുള്ള ഈ ഒരു സംഗതികൾ അങ്ങോട്ട് കൂടി നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഞാൻ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ചിഹ്നമാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഏറ്റവും മുകളിൽ ജസ്റ്റ് ക്യാമറേൻ്റെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ കോപ്പി ഇമേജ് കിട്ടും. ദെൻ നമുക്ക് എങ്ങോട്ടാണോ കോപ്പി ചെയ്യേണ്ടത് നമ്മുടെ ഗ്രൂപ്പിനകത്തോട്ടൊക്കെ അതുകൊണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പേസ്റ്റ് ആവുന്നില്ലല്ലോ. ആയി കണ്ടോ, ഗ്രൂപ്പിനകത്തോട്ടൊക്കെ അത് നമുക്ക് പേസ്റ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറ്റും. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ലഭ്യമാണ്. ഇനി കൂടുതൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അത് ഇത്ര ഉള്ളൂ ഇതിനകത്ത് ചാർട്ട് ഇങ്ങനെ കാണാം. ഇനി വേറൊന്ന് ഇതിൽ ടൈം ഫ്രെയിം മാറ്റുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് ഏറ്റവും മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കാം. ഇവിടെ കണ്ടൊരു സാധനം ഇതാണ് ഫ്രാക്റ്റൽ എന്ന് ആക്ച്വലി നമ്മൾ കഴിഞ്ഞ വീഡിയോസിനകത്ത് പറഞ്ഞ കാര്യം. എന്താണ് ഈ ഫ്രാക്റ്റൽ? ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് നോക്കിയൊക്കെ 1 അവർ എന്നാണ് കാണുന്നത് അല്ലേ. ഇത് 1 മണിക്കൂറുള്ള ചാർട്ടാണ്. അതിനർത്ഥം ഇതിലെ ഓരോ ക്യാൻഡിൽസും 1 മണിക്കൂറാണ് ദൈർഘ്യമുള്ളതാണ്. അത് എങ്ങനെ മനസ്സിലാക്കാമെന്നറിയോ? ജസ്റ്റ് സ്ക്രീനിൽ നമ്മളൊന്ന് നെക്കി പിടിക്കുക, അമർത്തി പിടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഈ ലാസ്റ്റ് വന്ന ക്യാൻഡിൽ നമുക്ക് ഒന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക? ഏറ്റവും താഴെ നോക്കിയാൽ ട്യൂസ്ഡേ 9th നവംബർ 2024 11:30. ആക്ച്വലി 11:30 സ്റ്റാർട്ട് ചെയ്ത ക്യാൻഡിലാണത്. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ സമയം ഫോണിൻ്റെ മുകളിലോട്ട് നോക്കിയേ 12:11. അപ്പോൾ 11:30 സ്റ്റാർട്ട് ചെയ്ത ഈ ക്യാൻഡിൽ 1 മണിക്കൂർ ക്യാൻഡിലല്ലേ കണ്ടോ. ഇവിടെ 1 മണിക്കൂർ നിങ്ങൾക്ക് കാണാം. 1 മണിക്കൂർ ക്യാൻഡിൽ ആകുമ്പോൾ 11:30 ക്ലോസ് ആവുക അർത്ഥം. അപ്പോൾ 12:30 ഇനി എത്ര മിനിറ്റ് ബാക്കിയുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. കണ്ടോ ഈ ബ്ലൂ കളറിൽ ഇവിടെ കണ്ടോ പ്രൈസ്. ഇപ്പോഴത്തെ പ്രൈസ് കാണുന്നതിൻ്റെ തൊട്ട് താഴെ നോക്കിയേ 18:09, 18:07, 18:06, 18 മിനിറ്റും 5 സെക്കൻഡ് ബാക്കിയുണ്ട് ഈ ക്യാൻഡിൽ. അത് കഴിഞ്ഞാൽ ക്ലോസ് ആവും കേട്ടോ. 1 മണിക്കൂർ ക്യാൻഡിലാണിത്. ഈ 1 മണിക്കൂർ ക്യാൻഡിൽ 17 മിനിറ്റ് കൂടി ദൈർഘ്യം ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ ക്ലോസ് ആയി നെക്സ്റ്റ് ക്യാൻഡിൽ ആരംഭിക്കും. ഇനി ഈ 1 അവർ ഞാൻ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ എന്തെങ്കിലും കാണാൻ പറ്റുക? ഇങ്ങനെ കാണാൻ പറ്റും. ഇതിനകത്ത് മിനിറ്റ്സ് കാണാം. 1 മിനിറ്റ് ആക്കി 1 മിനിറ്റിലൊന്ന് പ്രസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെറുതാക്കി പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ക്യാൻഡിലിനാക്കി ഇങ്ങനെ പിന്നെയും വലുതാക്കി ഇങ്ങനെ ചെയ്ത് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ നമുക്ക് അനുയോജ്യമായ രൂപത്തിൽ ഈ കാര്യങ്ങൾ മൊബൈൽ ഫോൺ ഒന്ന് ചെരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ ഈ രൂപത്തിൽ കാണാൻ പറ്റും. ഒന്നുകൂടി വലുതായിട്ട് നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റുന്നുണ്ടാവും. ഓക്കെ കണ്ടോ, കുറച്ചും കൂടി വലിയ രൂപത്തിൽ സ്ക്രീനിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ നമുക്കത് ചെയ്യാവുന്നതാണ്. സോ ഗൈസ് ഇതാണ് ഇതിലെ കാര്യം. ഇനി ഇപ്പോൾ നമ്മൾ 1 മിനിറ്റ് ക്യാൻഡിലാക്കിയില്ലേ. ഈ 1 മിനിറ്റ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ആക്ച്വലി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നേരത്തെ നമ്മൾ കണ്ടപ്പോൾ 11:30 1 അവർ ക്യാൻഡിൽ ഇപ്പോൾ എവിടെയാണെന്ന് അറിയോ? ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ആ ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 11:30 തുടങ്ങിയതല്ലേ. നമ്മൾ ഏറ്റവും താഴെ നിങ്ങൾ നോക്കിയേ 11:30 കണ്ടോ. അപ്പോൾ ഈ കാണുന്ന ക്യാൻഡിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ മാർക്കറ്റ് പോയി നിൽക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത് കാണണമെങ്കിൽ നമ്മൾ 1 മിനിറ്റ് ആക്കിയതുകൊണ്ടാണ് കണ്ടത്. ഏതാണ്ട് 60ഓളം ക്യാൻഡിൽസ് എന്തിലുണ്ടാവും? 1 അവർ ക്യാൻഡിലിൻ്റെ വയറ്റിൻ്റെ ഉള്ളിലുണ്ട്. അത് കാണണമെങ്കിൽ ഈ 1 മിനിറ്റ് ആക്കണം. ഇതാണ് ഫ്രാക്റ്റൽ എന്ന് പറഞ്ഞത്. നമ്മൾ 1 അവർ ക്യാൻഡിലിൻ്റെ ഉള്ളിൽ 1 മിനിറ്റ് ആക്കി പരിശോധിച്ചതാണ്. ഓരോ മിനിറ്റിലും അപ്പോൾ ഇങ്ങനെയാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. കണ്ടോ താഴത്ത് 11:30 എന്നുള്ള ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ക്യാൻഡിൽ മുന്നാണ് അത് തുടങ്ങിയത് കണ്ടോ. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി മാർക്കറ്റ് ഇപ്പോൾ നോക്കിയേ ടൈം നോക്കിയേ 12:14 കണ്ടോ. പിന്നെ മൊബൈൽ ഫോണിലെ സമയവും ഈ ഏറ്റവും താഴെ ചാർട്ടിൻ്റെ സമയം നോക്കിയേ സെയിം അല്ലേ. അതാണ് പറഞ്ഞത്. അപ്പോൾ 1 മിനിറ്റ് ക്യാൻഡിലാകുമ്പോൾ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും ഈ ക്യാൻഡിൽ അവസാനിക്കും. ഈ ക്യാൻഡിൽ ഇനി എത്ര സെക്കൻഡ് ബാക്കിയുണ്ട് ഇവിടെ നോക്കിയേ ബ്ലൂ കളറിൽ. ഒരു 45 സെക്കൻഡ് കൂടി കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ അവസാനിച്ച് നെക്സ്റ്റ് ക്യാൻഡിൽ ആരംഭിക്കാൻ വേണ്ടി തുടങ്ങും കണ്ടോ. നേരെ മറിച്ച് 1 അവറിൽ നമുക്കിതൊന്നും കാണാൻ പറ്റില്ല. 1 അവറിൽ നമുക്കിത് കാണണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ 1 അവർ ആക്കിയിട്ട് നോക്കുക. 1 അവറിൽ ഈ ക്യാൻഡിൽ എപ്പോഴാണ് ക്ലോസ് ആവുക? 15 മിനിറ്റും കൂടി ബാക്കിയുണ്ടല്ലേ. അപ്പോഴേ 1 മണിക്കൂറാവുള്ളൂ. 11:30 സ്റ്റാർട്ട് ചെയ്താലേ ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള ലോജിക്ക്. 11:30 സ്റ്റാർട്ട് ചെയ്ത് 12:30 വരെ ഈ ക്യാൻഡിൽ ഇതാക്കും. ഇനി മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഒരു ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് അതേപോലെ തന്നെ ക്ലോസിംഗ് പ്രൈസ്, ഹൈ പോയ പ്രൈസ്, ലോ പോയ പ്രൈസൊക്കെ നമ്മളൊരു ക്യാൻഡിൽ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് ക്യാൻഡിൽസിനെ കുറിച്ച് പഠിക്കാം കേട്ടോ. ആ സമയത്ത് നിങ്ങൾക്ക് ശരിക്കും ആ കാര്യം മനസ്സിലാവും. ഇപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചാർട്ടിനകത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം എന്താണ്? സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ ഏത് ടൈം ഫ്രെയിമും ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഈ 1 അവർ മാറ്റി ഒരു 15 മിനിറ്റ് ആക്കി മാറ്റി. 50 മിനിറ്റ് ചൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണുന്നത് കണ്ടോ. ഇതാണ് ക്യാൻഡിൽസിൻ്റെ ഫ്രാക്റ്റൽ നേച്ചർ എന്ന് പറയുന്നത്. 15 മിനിറ്റ് കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും കണ്ടോ. ഇനി നമ്മൾ ഇത് മാറ്റിയിട്ട് നിങ്ങൾ ഡേ ആക്കി നോക്കിയേ. ഡേ ആക്കിയാൽ കണ്ടോ, ഡേ ആക്കി കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ക്യാൻഡിലാണിത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ എന്താ മനസ്സിലാവുക? താഴത്തോട്ട് നോക്കുക. Monday 18 അല്ലേ. 18 മൺഡേയിൽ തുടങ്ങിയ ക്യാൻഡിൽ ആകെ ഒരൊറ്റ ക്യാൻഡിലുള്ളൂ. ഇങ്ങോട്ട് നിൽക്കാൻ എന്താ നമുക്ക് കാണുന്നത്? താഴത്തോട്ട് നോക്കുക. Tuesday 19 അല്ലേ 19. അപ്പോൾ ഒരു ദിവസം ഒരു ക്യാൻഡിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ഉള്ളിൽ എല്ലാ ഡാറ്റാസും ഉണ്ട് എന്നർത്ഥം. അപ്പോൾ നമുക്ക് ദിവസങ്ങളോളം എന്ത് സംഭവിച്ചു എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക യൂസ് ചെയ്യാറുള്ളത്. ഇങ്ങനത്തെ സാധനങ്ങൾ ജസ്റ്റ് ടൈം ഒന്ന് പ്രസ് ചെയ്യുക. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരച്ച് കേട്ടോ മുകളിൽ ഡിലീറ്റ് പ്രസ് ചെയ്താൽ നമ്മളിങ്ങനെ
മാർക്ക് ചെയ്തിട്ട സാധനങ്ങളൊക്കെ പോകും. അപ്പോൾ നമ്മളിങ്ങനെ ലോങ് ടേം വ്യൂ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇങ്ങനെ ഡേ ക്യാൻഡിൽസ് യൂസ് ചെയ്യും. ഷോർട്ട് ടേം വ്യൂസ് ഉള്ള നോക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യും. ഇങ്ങനെ എല്ലാ സംഗതികളും ഇതിനകത്തുണ്ട് കേട്ടോ. ഞാൻ അതൊരു 5 മിനിറ്റ് ക്യാൻഡിലാക്കി മാറ്റുകയാണ്. എന്തിനാണെന്നറിയോ? എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഇതിലൊരു ട്രെൻഡ് ലൈൻ, മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് എന്താണെന്ന് ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ട്രെൻഡ് ലൈൻ ടൂൾസ് യൂസ് ചെയ്തു, ട്രെൻഡ് ലൈൻ സെലക്ട് ചെയ്തു. ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ ഇത് ഇങ്ങനെയാണ് ചെയ്യുക. വരലുകൊണ്ടുണ്ടോ ആ ബ്ലൂ കളർ ഡോട്ട് എവിടെ വന്ന് നിൽക്കുന്നോ അവിടെ കണ്ടോ, അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. ജസ്റ്റ് സ്ക്രീൻ എവിടെ വേണമെങ്കിലും പ്രസ് ചെയ്യുക. എന്നിട്ട് സ്ക്രീനിൽ നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് വരച്ചാൽ മതി. എന്നിട്ട് ഈ ലാസ്റ്റ് വന്ന് ക്യാൻഡിലിൻ്റെ അടിയിൽ കൊണ്ട് വെക്കാം. കണ്ടോ അവിടെ വന്നു. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ടൂൾ ബോക്സിനകത്ത് ഇവിടെ കണ്ടോ ഒരു ലാടത്തിൻ്റെ ചിഹ്നം, മാഗ്നറ്റിൻ്റെ ജസ്റ്റ് അതിമൊന്ന് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ക്യാൻഡിൽ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് കിട്ടില്ല. കണ്ടോ ഇപ്പോൾ അതിമൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ട്രെൻഡ് ലൈനുകൾ വരക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇങ്ങനെ ട്രെൻഡ് ലൈന് സപ്പോർട്ട് ചെയ്താൽ. ഇനി നമുക്ക് സപ്പോർട്ട് ഏരിയ വരക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലല്ലേ റെക്റ്റാങ്കിൾ കണ്ടോ, അവിടെ റെക്റ്റാങ്കിൾ വന്ന് കണ്ടോ. അപ്പോൾ റെക്റ്റാങ്കിൾ നമുക്ക് ഇവിടുന്ന് വരക്കേണ്ടതോ ഇവിടുന്നാണ് ഞാൻ വരക്കാൻ പോകുന്നത്. ഇങ്ങനെ നീട്ടി അങ്ങോട്ട് വരച്ചു. എന്നിട്ട് ഇങ്ങനെ താഴത്തോട് നമ്മളിങ്ങനെ കൊണ്ടുവരുന്നതിനനുസരിച്ച് ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് സ്ക്രീൻ ഒന്ന് ടച്ച് ചെയ്തു. കണ്ടോ, ഇനി ജസ്റ്റ് ആ ഒരു സ്ഥലത്ത് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങോട്ട് വേണമെങ്കിലും നീക്കാം. കണ്ടോ, ഇതിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ നോക്കി എങ്ങോട്ട് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഈ കാര്യം കണ്ടോ. ഇതെന്ത് ഏരിയ? ഇത് റെസിസ്റ്റൻസ് ഏരിയയാണ്. ജസ്റ്റ് ടൈം ഒന്ന് ക്ലിക്ക് ചെയ്യുക. പെയിൻറ്റിൻ്റെ ആ ചിത്രത്തിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് ആക്കാം. കാരണം ബിക്കോസ് അതെന്താണ് ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. ഇനി ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, നീട്ടി ഇങ്ങോട്ട് വരച്ചിടുന്നുണ്ട്. എന്തിനാണെന്നറിയോ? മാർക്കറ്റ് കയറി വന്നിട്ട് ഈ ഏരിയനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അറിയണ്ടേ. ആ ഏരിയനെ കട്ട് ചെയ്ത് മുകളിൽ പോവോ, ആ ഏരിയയിൽ നമുക്ക് സെല്ല് നോക്കണമെങ്കിലൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് പ്രൈസ് ആക്ഷൻ മെത്തേഡ്സ് പ്രകാരം ഇങ്ങനത്തെ റെസിസ്റ്റൻസ് ഏരിയകൾ കിട്ടണം. ക്യാൻഡിൽസിൻ്റെ ഫോർമേഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടുന്ന് സെല്ല് നോക്കാൻ പറ്റുള്ളൂ. അതർവൈസ് എന്ത് സംഭവിക്കും? മാർക്കറ്റിന് ഒരു ചാൻസ് ഉണ്ട്. എന്ത്? ഇവിടെ മാർക്കറ്റ് ഇങ്ങനെ എവിടെ ഓക്കെ, മാർക്കറ്റ് ഇങ്ങനെ ഇങ്ങോട്ട് കയറി വരികയെന്ന് വിചാരിക്കുക. ഇങ്ങനെ കയറി വന്നു. എന്നിട്ട് ഇവിടുന്ന് താഴത്തോട്ട് പോകുന്ന പോലെ കാണിച്ചു. എന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് അങ്ങോട്ട് പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ട്രേഡ്സ് എങ്ങനെ വേണമെങ്കിലും പ്ലാൻ ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ റെസിസ്റ്റൻസ് ഏരിയ കിട്ടണം. ഓക്കെ, ഏത് ഏരിയനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നോക്കണമെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ട് ചാർട്ടിനകത്ത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വലുതാക്കുക, ചെറുതാക്കുക, വരച്ചിടൊക്കെ ചെയ്യാം കേട്ടോ. സോ ഗൈസ്, ഞാൻ ഈ വീഡിയോ ഏതായാലും ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു തന്നതാണ്. ഓക്കെ, ഏറ്റവും മുകളിൽ കണ്ടോ യൂറോ USD, അവിടെ പ്രസ് ചെയ്ത് ഞങ്ങൾക്ക് വേറെ ഏത് ഇപ്പോൾ XAU USD കണ്ടോ, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചാർട്ട് വരും. BTC USD, US ഓയിൽ, ഞാൻ US ഓയിൽ നിർത്തി നോക്കി കണ്ടോ. അപ്പോൾ US ഓയിലിൻ്റെ ചാർട്ട് വരും. US ഓയിലിൻ്റെ വില ഇപ്പോൾ ട്രേഡ് നടന്നു കൊടുക്കുന്നത് 69.183. ഓക്കെ, അതൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ്. ഓവറാൾ 5 മിനിറ്റ് മാറ്റി ഞാൻ ഒരു 4 hour ആക്കി. ഓവറാൾ നമുക്ക് കാണണമെങ്കിൽ 4 hour ആക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. 4 മണിക്കൂർ, ഓരോ ക്യാൻഡിൽ 4 മണിക്കൂർ എന്നല്ലേ പറഞ്ഞത് 4 hour ആക്കുമ്പോൾ. അപ്പോൾ 4, 8, 12. അപ്പോൾ നമുക്കിങ്ങനെ കാണാം ഓരോ ക്യാൻഡിൽ ഏത് ദിവസം എന്നൊക്കെ താഴത്ത് ജസ്റ്റ് ആ ക്യാൻഡിൽ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് താഴത്ത് കാണാൻ പറ്റും. ആ ക്യാൻഡിൽ ഫോമായ ടൈമും ഡേറ്റൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഏറ്റവും മുകളിൽ അതാണ് കാണുന്നത്. പിന്നെ ക്യാൻഡിൽസിൻ്റെ ഒരു ചിഹ്നം കണ്ടോ, അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈൻ എന്നുള്ളത് സെലക്ട് ചെയ്താൽ കണ്ടോ എന്താ കാണാൻ പറ്റുന്നത്? നമുക്ക് ലൈൻ ചാർട്ടായി മാറി. ഇവിടെ നോക്കിയാൽ ക്യാൻഡിൽ ചാർട്ട് ചെയ്യുന്ന ഒത്തിരി നേരം അല്ലേ. ഇതാണ് ലൈൻ ചാർട്ടുകൾ എന്ന് പറഞ്ഞത് കേട്ടോ. പലതരം ചാർട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മൾ. അപ്പോൾ പലതരം ചാർട്ടുകളുണ്ട്. അപ്പോൾ ഇതാണ് ലൈൻ ചാർട്ട്. ഇങ്ങനെ ലൈൻമ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ എന്നുള്ളിടത്ത് പ്രസ് ചെയ്താൽ കണ്ടോ, അത് ഏരിയ ചാർട്ടാണ് കണ്ടോ. ഇതാണ് ഏരിയ ചാർട്ട്. കോളംസ് ആക്കിയാലോ കണ്ടോ, കോളം ചാർട്ടായി കണ്ടോ. ഇതൊക്കെ വെച്ച് ട്രേഡ് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും, നമുക്കറിയാത്തത് കൊണ്ടാണ്. റെൻകോ പ്രസ് ചെയ്ത് കഴിഞ്ഞാലോ ഇതേപോലെ വരും. ഇതെന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? നമ്മൾ ബേസിക് കറണ്ട് പ്ലാനിനകത്ത് അതില്ല, പ്രീമിയം പ്ലാനിനകത്ത് അതുണ്ട്. അപ്പോൾ റെൻകോ ചാർട്ട് കിട്ടണമെങ്കിൽ പ്രീമിയം പ്ലാൻ വേണം. അപ്പോൾ അത് ക്ലോസ് ചെയ്തു. പക്ഷേ ഇത് തൽക്കാലം നമുക്കിവിടെ ഡിസ്പ്ലേ ആക്കി അവർ കാണിച്ച് തന്നിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും റെൻകോ ചാർട്ട് കേട്ടോ. സോ അത് മാറ്റി നമുക്ക് ഏതായാലും നമ്മുടെ ചാർട്ട് ഏതാ ഏറ്റവും മുകളിൽ ബാർ ചാർട്ട്. ആക്ച്വലി ഇതാണ് ബാർ ചാർട്ട് കേട്ടോ. ക്യാൻഡിൽ സ്റ്റിക്കുമായിട്ട് സാമ്യം ഉണ്ടോ ചോദിച്ചാൽ സാമ്യമൊന്നുമില്ല. എന്നാലോ എന്തോ ഒരു സംഗതി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പണിംഗ് ക്ലോസിങ് പ്രൈസുകൾ ഹൈ ലോ ഒക്കെയാണ് കാണിക്കുന്നത്. ഏതായാലും അതൊന്നും നമ്മൾ നോക്കി കൺഫ്യൂഷൻ ആവണ്ട. നമുക്ക് ക്യാൻഡിൽസ് മതി രണ്ടാമത്തത്. എന്താ വൃത്തി. അപ്പോൾ ഈ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ്സ് എങ്ങനെ നോക്കാം. നെക്സ്റ്റ് ക്ലാസ് മുതൽ ക്യാൻഡിൽസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സെഷനിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മളേതായാലും ഇപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാനായിട്ടില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അലർട്ട് ഉണ്ട്, റിപ്ലൈ ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുടെ സെറ്റിങ്സ് ഉണ്ട്. ഈ സംഗതി ഫുള്ളാവണമെങ്കിൽ, ചാർട്ട് ഫുള്ള് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഈ ഒരു ദീപം നിൽക്കിയാൽ മതി. കണ്ടോ, സ്ക്രീൻ നിറയെ ചാർട്ടായിപ്പോൾ കണ്ടോ. ജസ്റ്റ് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് ബാക്കോട്ട് തന്നെ വരും ചെയ്യും. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഈ സൈഡിൽ റൈറ്റ് സൈഡ് വില, ലെഫ്റ്റ് സൈഡിൽ ടൂൾ ബോക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. ടൂൾ ബോക്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾ കണ്ടു. 1 by 1 ആയിട്ട് നിങ്ങൾ നോക്കുക. ഏറ്റവും താഴെ നോക്കിയേ, ഏറ്റവും താഴെ ആ കണ്ടോ USA ഫ്ലാഗിൻ്റെ ചിഹ്നം, അതിമൊന്ന് പ്രസ് ചെയ്താൽ ഇന്ന് 19 നവംബർ വൈകുന്നേരം 7 മണിക്ക് ബിൽഡിംഗ് പെർമിറ്റ്സ് പെറൽ ഇവൻ്റ് ഉണ്ട്. അതാണത് 7 മണിക്ക്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, ഇതുണ്ട് കണ്ടോ. ഇതൊക്കെ ഓരോ തരം ഇൻഡിക്കേറ്റേഴ്സാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ പോയി.
അപ്പോൾ ഗൈസ് ഞാൻ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആവും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം കിട്ടും. ലിങ്കിനകത്ത് സാധനമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്ത് നോക്കാം. 1 by 1 ആയിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇത് പൊന്തി വരും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇങ്ങനെ മാറ്റാം. കണ്ടോ അതിമൊന്ന് പ്രസ് ചെയ്താൽ മതി. അത് വേറെ എന്തുമ്പോൾ പ്രസ്സാലോ ഡിലീറ്റ് ആക്കി. കണ്ടോ ടെക്സ്റ്റ് മെസ്സേജ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് എന്ന് വരും. ടെക്സ്റ്റ് ഇവിടെയാണ്. ഇതാ ടെക്സ്റ്റ് എന്ന് വരും. ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. സപ്പോർട്ട് എന്ന് എഴുതാം. ദെൻ ഓക്കെ അടിക്കാം. അപ്പോൾ സപ്പോർട്ട് എന്ന് വന്നിട്ടുണ്ടോ. ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോക്കകത്ത്. ട്രേഡിംഗ് വ്യൂവിൻ്റെ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ മതി, നമുക്ക് സാധനം കിട്ടും. സെർച്ച് ബോക്സ് സിമ്പിൾ €, ലോഞ്ച് ചാർട്ട് വന്നു. മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സംഗതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമ്മളൊരു പ്രൈസ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പ്രൈസ് ഇങ്ങനെ മാർക്കറ്റിൽ നോക്കിയിരിക്കാൻ പറ്റൂല എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ പ്രൈസ് ഇങ്ങനെ പോയി ഇവിടെ എത്തി ഇങ്ങോട്ട് ഞാൻ എങ്ങനെയാണ് വിചാരിക്കണമെന്ന് വിചാരിക്കുക. ഞാനൊരു സെൽ എൻട്രി പ്ലാൻ ചെയ്യുന്നുണ്ട് വിചാരിച്ചോളൂ. വൺസ് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് എത്തിയാലാണ് ഞാൻ ട്രേഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ അവിടെ എന്താണ് നോക്കുന്നത്, ഒരു ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നൊരു ഷോർട്ട്, ഇവിടെ സ്റ്റോപ്പ് ലോസ് മുകളിലും ടാർജറ്റ് ഇവിടെ താഴെയും വെച്ചിട്ട് ഒരു 1:2 റിസ്ക് റിവാർഡിൽ ഞാനൊരു ട്രേഡ് പ്ലാൻ ചെയ്യുവാണ്. ദെൻ ഇങ്ങനെ ഇവിടെ അല്ല ഏതുമേണോ നീക്കേണ്ട ടൈമെ പിടിച്ച് ഇങ്ങനെ നീക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. ഫൈൻ. ഇങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റും. എന്നാൽ നോക്കിയിരുന്നിട്ടില്ലെങ്കിൽ എനിക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഒരു സാധനം കണ്ടോ, അവിടെ പ്ലസ് കണ്ടോ, അവിടെ ഈ ഒരു പ്ലസ് ബട്ടണിൽ നമ്മളിങ്ങനെ കൈ കൊണ്ട് അങ്ങോട്ട് കൂടെ നീക്കി കഴിഞ്ഞാൽ അത് നീങ്ങും. ഈ പ്ലസ് ബട്ടൺ നമ്മളിവിടെ കൊണ്ട് വെക്കാം. ഈ നമ്മൾ എവിടേക്കാണോ മാർക്കറ്റ് കയറി വരാൻ ഉദ്ദേശിച്ച ഇത് മാറ്റിയിട്ട് നമുക്ക് ക്ലോസ് ആക്കാം. അതുകൊണ്ടോ ചാർട്ടിൽ നെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാം. അപ്പോൾ ഇവിടെ വരെ മാർക്കറ്റ് എത്തുമ്പോഴല്ലേ നമ്മൾ എൻട്രി എടുക്കുകയെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് വെക്കുക. ആ പ്ലസ് അവിടെ ഉണ്ടാവും. ജസ്റ്റ് ആ പ്ലസ്സും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ ഡ്രോ ഹൊറിസോണ്ടൽ ലൈൻ നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ലൈൻ വന്നു കണ്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ആ ലൈൻ ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ ലൈനിൻ്റെ കട്ടി കൂട്ടാം ഒക്കെ പറ്റും. അവിടെ എന്തെങ്കിലും എഴുതാം ഒക്കെ പറ്റും. ഈ സ്റ്റൈല് ലൈനിൻ്റെ കട്ടി നമുക്ക് എന്ത് ചെയ്യാം, കട്ടി കൂട്ടാൻ പറ്റില്ല, അത്ര പറ്റുള്ളൂ അല്ലേ. അല്ലല്ലതാ ഇവിടെ ഇപ്പോൾ കട്ടി കൂടി. ദെൻ ഓക്കെ അടിച്ചു. കണ്ടോ ലൈനിൻ്റെ കുറച്ച് കൂടുതൽ കട്ടി, അത്രക്ക് കട്ടി വേണമെന്നില്ല. ഒരു ഡാർക്ക് ഗ്രേ ആക്കി 4p എന്നുള്ളത് 2p ആക്കി. ഓക്കെ ഇത് മതി. ഇത്ര കട്ടിയാക്കി. അപ്പോൾ ഞാൻ അവിടെ പ്രൈസ് എത്തി കഴിഞ്ഞാൽ എനിക്കറിയണം. ഒന്നുകൂടി ജസ്റ്റ് അവിടെ നെക്കി പിടിച്ചു. ആ പ്ലസ് അവിടെ വന്നിട്ടുണ്ട്. ആ പ്ലസ്സിൽ ഞാനൊന്ന് പ്രസ് ചെയ്തപ്പോൾ ആഡ് അലർട്ട് ഓൺ €USD കണ്ടെങ്കിൽ അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. ദിസ് അലർട്ട് മേ നോട്ട് ഫങ്ഷൻ ആസ് കണ്ടിന്യൂ എനിവേ. ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് ചിലപ്പോൾ ഫംഗ്ഷൻ വർക്ക് ചെയ്യില്ല എന്ന് പറയുന്നത് എന്തെങ്കിലും ടെക്നിക്കൽ റീസൺ കൊണ്ട്. ഏതായാലും നമ്മൾ ഫ്രീ യൂസ് ചെയ്യുന്ന ആളുകളല്ല, അപ്പോൾ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഏതായാലും അവിടെ നിങ്ങൾ നോക്കുക, ഒരു ഡോട്ട് ലൈൻ അവിടെ വന്നിട്ടുണ്ട് അല്ലേ. കണ്ടോ ഈ ഒരു സാധനം ഞങ്ങൾ നീക്കി കാണിച്ചാൽ കണ്ടോ ഇവിടെ കണ്ടോ ഒരു ഡോട്ട് ലൈൻ വന്നിരിക്കുന്നത്. ഈ ഡോട്ട് ലൈനിൽ മാർക്കറ്റ് എത്തുന്ന സമയത്ത് പ്രൈസ് കയറി വന്നിട്ട് കണ്ടോ, ഈ പ്രൈസ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ. പ്രൈസ് കയറി അവിടെ എത്തുന്ന സമയത്ത് മാർക്കറ്റിൽ അലാറം അടിക്കും നമ്മുടെ ഫോണിൽ. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നേരെ കയറിയിട്ട് എൻട്രി നോക്കാവുന്നതാണ് കേട്ടോ. സെല്ല് ഷോർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഷോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ വേണ്ടത്, നമ്മൾ എവിടെ വേണമെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ നോക്കി പിടിക്കുക. പ്ലസ് വരും, പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ഏഡ് അലാർട്ട് എന്ന് അടിച്ചാൽ മതി. അവിടെ ഒരു അലാറം വന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അത് കളയണമെങ്കിലോ ജസ്റ്റ് അലാറമത്തിൽ നിന്ന് വീണ്ടും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ക്രോസ് ബട്ടൺ അമർത്തുക, ഡിലീറ്റ് അമർത്തുക കേട്ടോ. മുകളിൽ അതേപോലെ ഓക്കെ ഇതാ അമർത്തുക, ഡിലീറ്റ് ചെയ്യുക. സോ പോയി കണ്ടോ, ഇല്ല പോയി കണ്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി തോന്നുന്നു, എങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. ഈ നോക്കുന്ന ആളുകൾക്ക് നോക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഇതാണ്, നമുക്ക് കറൻസി പെയർ ചൂസ് ചെയ്യുന്നത്. രണ്ടാമത്തത് നമ്മുടെ ടൈം ഫ്രെയിംസ് ആണ്. ഡേ ആണ്, 5 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ ആക്കാം. എല്ലാ ടൈം ഫ്രെയിമും നമുക്ക് ഫ്രീ ആയിട്ടുള്ളതിൽ കിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ബാക്കിയൊന്നും നമുക്കിപ്പോൾ യൂസേജ് ഇല്ല. സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഇതാ ഈ ഫോട്ടോത്തുമ്പോൾ നിൽക്കുക, വാട്സാപ്പിലേക്ക് വിടുന്നത് ഞാൻ കാണിച്ചു തന്നു അല്ലേ. സോ പിന്നെയുള്ള ഇമ്പോർട്ടൻസ് ഇതാ ഈ ലെഫ്റ്റ് സൈഡിൽ ടൂൾ ബോക്സ് ആണ്. അതിനകത്ത് ധാരാളം ടൂൾ ബോക്സ് ഉണ്ട് കേട്ടോ. ഓരോന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടും കേട്ടോ. പലതരത്തിലുള്ള ടൂൾസുകളുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് വരും ദിവസങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പ്രധാനപ്പെട്ട ടൂൾസുകൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ വീഡിയോക്കകത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. സെയിം ലാസ്റ്റ് വീഡിയോയുടെ റിപ്പീറ്റേഷൻ തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്തിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ചിട്ട് പറ്റുന്ന ആളുകളൊക്കെ ഗ്രൂപ്പിലേക്ക് പരമാവധി പോസ്റ്റ് ചെയ്യാം.